പ്രിയ ശ്രേഷ്ഠ ജനമേ, നിങ്ങളോട് ഇപ്രകാരം വിളിച്ചു പറയുമ്പോൾ എൻ്റെ ജീവിത അനുഭവങ്ങൾ ചെറുതല്ല. വളരെ വേദനിക്കുന്ന അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. നിന്ദിക്കപ്പെടുന്ന അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെയും എൻ്റെ ക്രിസ്തുവിനോട് കൂടെ ഞാൻ ചേർന്ന് നടന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ ഞാൻ ആശ്രയം വെച്ചു. ഇന്ന് എനിക്ക് സാക്ഷ്യമായി വിളിച്ചു പറയുവാൻ കഴിയും, എൻ്റെ അപ്പനിൽ ഞാൻ ആശ്രയം വെച്ചത് കൊണ്ട് അപ്പൻ എൻ്റെ കരം പിടിച്ചിരിക്കുന്നു. എൻ്റെ അപ്പൻ എന്നെ വഴി നടത്തുന്നു. എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നപ്പോൾ എൻ്റെ ഭവനത്തിൽ നിന്ന് ഞാനാണ് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നത്. അന്ന് 10 രൂപ സ്തോത്ര കാഴ്ച ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്പനെ ഞാൻ ആശ്രയിച്ചു തുടങ്ങിയതാ. എൻ്റെ പിതാവ് എന്നെ വളരെ നന്നായി നോക്കുന്ന എൻ്റെ പിതാവാണ്. നന്നായി സ്നേഹിക്കുകയും നന്നായി എന്നെ പരിപാലിക്കുകയും ചെയ്യുന്ന എൻ്റെ പിതാവാണ്. എന്നാൽ പ്രാർത്ഥനാ കാര്യങ്ങളിൽ യൗവന പ്രായത്തിലെ അവരാഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു ജീവിതത്തിലേക്ക് ഞാൻ കാൽ വെക്കാതെ പ്രാർത്ഥനയും കൂട്ടായ്മകളുമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, നീ ചർച്ചിലൊക്കെ പൊയ്ക്കോ, നീ പ്രാർത്ഥനകളൊക്കെ വെച്ചോ, സ്തോത്ര കാഴ്ചയ്ക്കൊന്നും ഞാൻ കാശ് തരത്തില്ല, നീ പ്രാർത്ഥനകൾ വെച്ചോ, ദൈവദാസന്മാർക്ക് കൊടുക്കണം, പ്രാർത്ഥനയ്ക്ക് വേണമെന്നും പറഞ്ഞ് എന്നോട് കാശ് ചോദിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചു. 10 രൂപയ്ക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചു. എൻ്റെ കർത്താവിന് സമൃദ്ധിയായി തന്നെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ ഓരോ മേഖലകളിലും എൻ്റെ കുഞ്ഞ് സാധാരണയായിട്ടുള്ളൊരു കുഞ്ഞല്ല. വളരെ വളരെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു മകനെയാണ് കർത്താവ് എനിക്ക് തന്നത്. അവൻ സെറിബ്രൽ പാൽസി എന്ന രോഗബാധിതനാണ്. അവൻ ഇന്ന് 19 വയസ്സുണ്ട്. അവൻ ജനിച്ച സമയത്ത് ഒരു മനുഷ്യരൂപമായി ജനിച്ചുവെങ്കിലും മനുഷ്യൻ്റെതായ യാതൊരു പ്രവർത്തനങ്ങളും അവന്റെ ശരീരത്തിൽ ഇല്ലായിരുന്നു. അമ്മയുടെ മുലപ്പാൽ പോലും വലിച്ചു കുടിക്കുവാൻ കഴിവില്ലാത്തൊരു മകനായി അവൻ ജനിച്ചു. എങ്കിലും എൻ്റെ അപ്പനിൽ ഞാൻ ആശ്രയം വെച്ചു. പൂർണ്ണ ആശ്രയം എൻ്റെ അപ്പനിൽ വെച്ചു. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിന് വേണ്ടി എൻ്റെ അപ്പനോട് ഞാൻ ആശ്രയം വെച്ച് ചേർന്ന് നിന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ കർത്താവ് തന്നു. ഹല്ലേലൂയ. കർത്താവ്, പ്രിയ ശ്രേഷ്ഠ ദൈവജനമേ, എൻ്റെ കുഞ്ഞവൻ 15-ാമത്തെ വയസ്സിൽ അവൻ ഒരു പ്രത്യാശ ഗാനം എഴുതുവാനിടയായി. അവൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ ഇന്നും കിടപ്പിലാണ്. കിടപ്പിൽ കിടന്നുകൊണ്ട് അവൻ ഇന്നും പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനാണ്. ദൈവിക ദർശനങ്ങൾ വിളിച്ചു പറയുന്ന ഒരു മകനാണ് അവൻ. എനിക്ക് സാധാരണ എഴുന്നേറ്റ് നടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ എനിക്ക് പ്രയോജനപ്പെടുന്നില്ല. എങ്കിലും അതിനേക്കാൾ അപ്പുറമായി അവൻ എനിക്കിന്ന് പ്രയോജനപ്പെടുന്നു. പലപ്പോഴും മരണത്തിന്റെ വഴികൾ എൻ്റെ മുന്നിൽ വന്നപ്പോൾ, മരണകരമായ രോഗങ്ങൾ എൻ്റെ മുന്നിൽ വന്നപ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ അവൻ എഴുന്നേറ്റ് അവന്റെ അമ്മയ്ക്ക് വേണ്ടി, മാതാവിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കും. ആ സാത്താനെ ശാസിക്കും. ആ നിമിഷം തന്നെ രാത്രിയിലൊക്കെയും കടന്നു വരുന്ന നെഞ്ചുവേദനയുടെ അനുഭവങ്ങളും പല രോഗാവസ്ഥകൾ, സർജറി പോലും എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഈ അവസ്ഥയിൽ സെറിബ്രൽ പാൽസി എന്ന രോഗാവസ്ഥയിലായിരുന്നപ്പോൾ